ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പ്രോഗ്രാം ഒരു ഗെറ്റ് ടുഗദറാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് നാൾ കൂടുമ്പോൾ ഇതുപോലെ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാറുണ്ട്. വേറെ ഒന്നുമില്ല, കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് അതൊക്കെ ഒരു രസമാണ്, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ രാത്രി പോകാനാണ് പ്ലാന്. അങ്ങനെ വേഗം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഞാൻ കുളിച്ച് ഫ്രഷായി. ഇപ്പം തന്നെ ഒരു 6 മണി കഴിഞ്ഞു. നമ്മൾ ഒരു 7 മണിയാകുമ്പോൾ ഇറങ്ങാനാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് 1 hour ട്രാവലിംഗ് ഉണ്ട്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടണ്. അപ്പോൾ പിന്നെ മഴയൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഞാൻ വേഗം റെഡി ആവാണ്. സനീഷേട്ട ഓഫീസിൽ നിന്ന് അപ്പോഴേക്കും വരും. എന്നോട് വേഗം റെഡി ആയിട്ടിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സനീഷേട്ടൻ വരുന്നതിന് മുന്നേ വേഗം റെഡി ആവണം. അപ്പോൾ കുറച്ച് ഒരു ദിവസം സ്റ്റേ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഡ്രസ്സൊക്കെ എടുത്തു. അതിന് സനീഷേട്ടൻ വന്നു. ഞങ്ങൾ ലഗേജും ബിരിയാണിയും പാത്രങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. 8:30 കഴിഞ്ഞു ഞങ്ങളവിടെ എത്തിയപ്പോൾ. അപ്പോഴേക്കും എല്ലാവരും വന്നിരുന്നു. ഫ്രണ്ട്സും കുട്ടികളൊക്കെ എത്തിയിരുന്നു. അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ കളിച്ചു. പിന്നെ ബോയ്സ് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിരുന്നു. അപ്പോൾ 11:30 അവരിത് തിരിച്ചെത്തിയപ്പോൾ. അങ്ങനെ ഇന്നത്തെ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് പരവശരായി ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ വരുമ്പോൾ തന്നെ 11:30 കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിമ്മേച്ചി ചിക്കൻ കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി കുക്കാൻ നിമ്മേച്ചി. നല്ല ഫുഡാണ്, ടേസ്റ്റൊക്കെ നല്ല ഫുഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി 12 മണി കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ച് തുടങ്ങാനായിട്ട്. അപ്പോഴേക്കും ഭയങ്കര ചർച്ചയാണ്. ഇതുപോലെ നമ്മൾ ഫ്രണ്ട്സൊക്കെ തമ്മിൽ കൂടിയ സമയം പോകണമെന്ന് അറിയത്തേ ഇല്ല. വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ട്രോളി ഭയങ്കര രസം. സമയം പോകണമെന്ന് അറിയത്തേ ഇല്ല. കുട്ടികളും നമ്മുടെ കൂടെ കൂടും, അതാ രസം. പിന്നെ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനും ഒരു പ്ലേറ്റിൽ തന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് കൈയിട്ട് വാരി കഴിക്കുന്നുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഫുള്ള് ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നല്ല രസം. ചിരിച്ചതിന് കൈയും കണക്കുണ്ടാകുന്നില്ല. ചിരിച്ച് വായൊക്കെ എന്തോ ജോയിൻ്റൊക്കെ ഇങ്ങനെ പെയിൻ എടുക്കുമായിരുന്നു. അതുപോലെ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ചിരിക്കുന്ന സമയമൊക്കെ അതുപോലെ അതിക്രമിച്ചിരിക്കുകയായിരുന്നു. ഉറക്കം അങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച നമ്മൾ അമ്പലത്തേക്ക് രാവിലെ എണീറ്റിട്ട് നേരത്തെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അവിടെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രമുണ്ട്, നമ്മളവിടെ വരുമ്പോൾ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്, പക്ഷേ 4:15 ഉറങ്ങേണ്ട യാതൊരു ഒരു ഇതുമില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ പുലർച്ചെ 4:30 കിടന്നുറങ്ങിയത്. എന്നിട്ട് എപ്പോഴോ എനിക്ക് രാവിലെ. പിന്നെ ദേവൻ ഒരു ഡേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി, രാഹുൽ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക, പിള്ളേരൊക്കെ അങ്ങനെ കളിപ്പിച്ച് ഭയങ്കര രസമായിരുന്നു. പിള്ളേരൊക്കെ അങ്ങനെ കളിപ്പിച്ചോ. എല്ലാവർക്കും ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു തലേദിവസം ഉറങ്ങാതിൻ്റെ ഉറക്കക്ഷീണം. പിന്നെ നമ്മുടെ അനീഷേട്ടനൊക്കെ പിടിച്ച് അവിടെ ഇരുത്തി റീൽസ് എടുക്കലും ഇതൊക്കെയായിരുന്നു. പുറത്ത് പിന്നെ മഴയൊക്കെ പെയ്യുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അതൊക്കെ കറങ്ങി കഴിഞ്ഞ് വന്നു. അതിനുശേഷം പിന്നെ വൈകുന്നേരം രാവിലെ അമ്പലത്തിൽ പോകേണ്ടതായിരുന്നു. സമയം കിട്ടാണ്ട് എനിക്കാൻ വൈകി കാരണം പിന്നെ രാത്രി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു 6:30-7 മണിയായപ്പോഴേക്കും അവിടെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് ഇറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാരി ഉടുക്കാമെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സാരി എടുത്ത്. ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി കേട്ടോ. ഞാൻ കാശ്മീർ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അടിപൊളി സാരിയാണ്, സോഫ്റ്റ് സിൽക്ക്. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് ലേറ്റായിരുന്നു. പിന്നെ നമുക്ക് പോണ വഴിക്ക് മലയാളി ഷോപ്പിൽ കയറി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ അവിടെ നിന്ന് രാത്രിത്തെ ഫുഡ് മേടിച്ചിട്ട് വേണം വീട്ടിലെത്താൻ രാത്രി 11 മണിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബായ്.